എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? Which day is today? Yes, today is Monday. Today is Monday. ഇന്ന് തിങ്കളാഴ്ചയാണ്. നമ്മൾ കഴിഞ്ഞ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിലൊക്കെ നമ്മൾ ദ ഡോൾസ് ഫെസ്റ്റിവൽ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു. കുറച്ചുകൂടി ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. ടീച്ചർ അതുവരെ നമ്മൾ പഠിച്ചത് വരെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതിന് കുറച്ചുകൂടി ആക്ടിവിറ്റി ഉണ്ട്. ലെറ്റർ റൈറ്റിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ നെക്സ്റ്റ് ടേമിൽ അതൊക്കെ പഠിക്കും. ഇനി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് മുതൽ ടീച്ചർ റിവൈസ് ചെയ്യുകയാണ്. 2 ചാപ്റ്റേഴ്സ് വീതം റിവൈസ് ചെയ്ത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇന്ന് ടീച്ചർ റിവൈസ് ചെയ്യുന്നത് എ ഗുഡ് ബോയും മാജിക്കൽ ബുക്കുമാണ്. ഒരു പോയവും മാജിക്കൽ ബുക്കുമാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നത്. ഇതിന്റെ ടെസ്റ്റ് പേപ്പർ ടീച്ചർ വെനസ്ഡേ ആണ് വെച്ചിരിക്കുന്നത്. വരുന്ന വെനസ്ഡേ ആണ് ഈ 2 ചാപ്റ്റേഴ്സിന്റെയും ടെസ്റ്റ് പേപ്പർ. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം കളയണ്ട, റിവൈസ് ചെയ്യാം. Okay, all of you take your textbook. Page number 3 എടുക്കൂ. പേജ് നമ്പർ 3 ഫസ്റ്റ് നോക്കൂ. എ ഗുഡ് ബോയ് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ? ഈ പോയം നമ്മൾ പഠിച്ചു. ആരാണ് ഈ പോയം എഴുതിയത്? R.L. സ്റ്റീവൻസൺ ആണ് പോയം എഴുതിയത് അല്ലേ? നെക്സ്റ്റ് നമ്മൾ എന്താണ് മീനിങ്സ് ഒക്കെ പഠിച്ചായിരുന്നു അല്ലേ? നോട്ടിലൊക്കെ എഴുതി മീനിങ്സ് പഠിച്ചായിരുന്നു. അഗ്ലി വേർഡ്, ബാഡ് വേർഡ്. അഗ്ലി വേർഡ് എന്താണ് മീനിങ്? ബാഡ് ആയിട്ടുള്ള, മോശപ്പെട്ട വാക്ക് അല്ലേ? ദ സൺ ഈസ് ഗോയിങ് ഡൗൺ ബിഹൈൻഡ് ദ വുഡ്. ദ സൺ ഈസ് ഗോയിങ് ഡൗൺ ബിഹൈൻഡ് ദ വുഡ്. എന്താണ് മീനിങ്? ദ സൺ ഈസ് സിറ്റിംഗ്. ദ സൺ ഈസ് സിറ്റിംഗ്. സ്റ്റക്ക് ടു പ്ലേ, kept playing. Stuck to play എന്താണ് മീനിങ്? kept to playing. എന്താണ് ലിനൻ മീനിങ്? ബെഡ് ക്ലോത്ത്സ്. ഫെയർ, ബ്യൂട്ടിഫുൾ. എന്താണ് ഫെയർ? ബ്യൂട്ടിഫുൾ, മനോഹരം. സ്ലംബർ, സ്ലീപ്. ത്രഷ്, എ സോങ് ബേർഡ്. ത്രഷ് എന്താണ് മീനിങ്? എ സോങ് ബേർഡ്. സ്റ്റക്ക് ടു പ്ലേ, kept playing. ഓഫ് ടു സ്ലീപ്സ് ഇൻ ബൈ, go to sleep. Fright, frightened. Down, the time just before sunrise. Lilac, a shrub with sweet smelling flowers. എന്താണ് മീനിങ്? എ shrub with sweet smelling flowers. ഓക്കെ, ദെൻ നമുക്ക് നോട്ടിലൊക്കെ ടീച്ചർ നിങ്ങളെല്ലാവരും ചെയ്തതായിരുന്നു. ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. നോക്കൂ, ക്വസ്റ്റ്യൻ എന്താണ്? വെൻ ഡിഡ് ബോയ് വേക്ക് അപ്പ്? When did boy wake up? Tick the correct answers. നോക്കൂ, ഓപ്ഷൻസ് തന്നിട്ടുണ്ടല്ലേ? അപ്പോൾ നിങ്ങളിത് ക്ലാസ്സിൽ ചെയ്തതായിരുന്നു. കറക്റ്റ് ആൻസർ ടിക്ക് ചെയ്യുക. സി, ബിഫോർ ദി മോർണിംഗ്. വെൻ ഡിഡ് ദ ബോയ് വേക്ക് അപ്പ്? എപ്പോഴാണ് ബോയ് വേക്കപ്പ് ഉണരുന്നത്? ബിഫോർ ദ മോർണിംഗ്. വിച്ച് ദ ഫോളോയിങ് ഈസ് ഫോൾസ്? നോക്കൂ, ഇതിലൊരു ഫോൾസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതെന്ത് ചെയ്യണം? ടിക്ക് ചെയ്യുക. ഏതാണ്? ദ ബോയ് forgot his prayer. തേർഡ് എന്താണ്? വൈ വിൽ നോ അഗ്ലി ഡ്രീം ഫ്രൈറ്റൻ ദ ബോയ്സ് മൈൻഡ്? വൈ വിൽ നോ അഗ്ലി ഡ്രീം ഫ്രൈറ്റൻ ദി ബോയ്സ് മൈൻഡ്? എന്താണ് ആൻസർ? നോ അഗ്ലി ഡ്രീം വിൽ ഫ്രൈറ്റൻ ദ ബോയ്സ് മൈൻഡ് ബിക്കോസ് ഹീ പ്രേസ്. എന്താണ്? ബിക്കോസ് ഹീ പ്രേസ് ബിഫോർ ഗോയിങ് ടു ബെഡ്. Then fourth one നോക്കൂ. What will the boy hear the next morning when he wake up? എന്താണ്? The next morning the boy will hear the thrushes singing in the lilacs around a lawn. The fifth one നോക്കൂ. Write 3 good things the boy did the course of the day. ഏതാണ്? 3 good things ഏതൊക്കെയാണ്? പറഞ്ഞേ. He woke up before the morning. He woke up before the morning. He never said an ugly words. He never said an ugly words. He smiled and stuck to play. And അപ്പോൾ 3 good things നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയേ. റീഡ് ദ ഫോളോയിങ് ലിസ്റ്റ് ഓഫ് ടൈം എക്സ്പ്രഷൻ, ഓർഡർ ദം കറക്റ്റ്ലി ഫ്രം ഫസ്റ്റ് ടു ലാസ്റ്റ്. കണ്ടോ, കുറച്ച് ഓപ്ഷൻസ്, കുറച്ച് വേർഡ്സ് ഒക്കെ, സെൻറ്റൻസ് ഒക്കെ തന്നിട്ടുണ്ട്, വേർഡ്സ് തന്നിട്ടുണ്ട്. പിന്നെ അതിനെന്ത് ചെയ്യണം? റീഡ് ദ ഫോളോയിങ് ലിസ്റ്റ് ഓഫ് ടൈം എക്സ്പ്രഷൻ, ഓർഡർ ദം കറക്റ്റ്ലി ഫ്രം ഫസ്റ്റ് ടു ലാസ്റ്റ്. ഫസ്റ്റ് നിന്ന് ലാസ്റ്റിലോട്ട് പോകുന്ന ഓർഡറിൽ ചെയ്യുക. നിങ്ങൾ ടെക്സ്റ്റിൽ എല്ലാവരും ചെയ്ത് കഴിഞ്ഞതാണല്ലേ? ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് സൺഡേ, ദ ഡേ ബിഫോർ, യു ഹാവ് ദ ഡേ ബിഫോർ, യെസ്റ്റർഡേ, ലാസ്റ്റ് നൈറ്റ്. അടുത്തേതാണ്? ഹാഫ് ആൻ അവർ എഗോ, 5 minutes ago, now, tomorrow, next week,
in 2020. നോക്കൂ നെക്സ്റ്റ് നോക്കൂ റൈമിംഗ് വേർഡ്സ് അല്ലെ. ആഡ് 3 more words to each row of rhyming words. റൈമിംഗ് വേർഡ്സ് എഴുതാനായിരുന്നു അല്ലേ. ഡേ, പ്ലേ, വെയിറ്റ്, വേ, റേ, മേ. വുഡ്, ഗുഡ്, ഷുഡ്, കുഡ്, വുഡ്, ഹുഡ്. ഫെയർ, പ്രേയർ, ഹെയർ, ദെയർ, കെയർ, ഷെയർ. റൈസ്, ഐസ്, ട്രൈസ്, ഫ്രൈസ്, ക്രൈസ്, ബൈസ്. കേട്ടോ, ഇത്രയാണ് റൈമിംഗ് വേർഡ്സ് ഫില്ല് ചെയ്യാനായിരുന്നു അല്ലേ. ഡേ, പ്ലേ, വെയിറ്റ്, വേ, റേ, മേ. വുഡ്, ഗുഡ്, ഷുഡ്, കുഡ്, വുഡ്, ഹുഡ്. ഫെയർ, പ്രേയർ, ഹെയർ, ദെയർ, കെയർ, ഷെയർ. റൈസ്, ഐസ്, ട്രൈസ്, ഫ്രൈസ്, ക്രൈസ്, ബൈസ്. ഓക്കെ, നെക്സ്റ്റ് ദ മാജിക്കൽ ബുക്കിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? അതിലൊരു ബോയിയുടെ കഥയായിരുന്നു അല്ലേ. ബോയ് എന്തൊക്കെ ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഉള്ള ഒരു ബോയിയുടെ സ്റ്റോറി ആയിരുന്നു പഠിച്ചത് അല്ലേ. ഹരീഷ് അവന് എന്താണ് ബുക്സൊക്കെ സൂക്ഷിക്കാൻ കുറച്ച് മടിയായിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് സ്റ്റോറി നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, നമ്മളതിൻ്റെ മീനിങ്സ് ഒക്കെ നോക്കിയായിരുന്നു. മീനിങ്സ് എല്ലാം നമ്മൾ നോട്ടിൽ എല്ലാവരും എഴുതിയിട്ടുണ്ട്, അതൊക്കെ പഠിക്കണം. നോക്കിയേ നെക്സ്റ്റ് ആക്ടിവിറ്റി. ടിക്ക് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ആർ ട്രൂ, ക്രോസ് ദ ഫോൾസ് വൺസ്. നോക്കൂ, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്, അതിൻ്റെ ട്രൂ ഓർ ഫോൾസ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് എഴുതിയതാണല്ലേ. നോക്കൂ, ഹാരിഷ് ഹാഡ് നോ ബാഡ് ഹാബിറ്റ്സ്. ഫോൾസ്. ഹാരിഷ് ഫ്രണ്ട്സ് നെയിം വാസ് അമർ. ഫോൾസ്. മിസ്റ്റർ ജയ ടോട്ട് മാത്തമാറ്റിക്സ്. ഫോൾസ്. പർട്ടിക്കുലർ ടൈമിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലേ, അതിന് നമുക്ക് എന്താണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയാം. നോക്കൂ ആക്ടിവിറ്റി. റൈറ്റ് ദ പാസ്റ്റ് ടെൻസ് ഫോം ഓഫ് ദീസ് വേർഡ്സ്. നോക്കൂ, സ്വിം, സ്വാം. ടേക്ക്, took. Write, wrote. Sing, sang. Have, had. Buy, bought. Bring, brought. Win, won. It's നോക്കൂ, fill in the blanks in the following sentences choosing from the regular past tense form in C1. അപ്പോൾ C1ലെ പാസ്റ്റ് ടെൻസ് നോക്കിയിട്ട് എന്ത് ചെയ്യണം, ഇത് ഇവിടെ നമ്മുടെ തന്നിട്ടുള്ള സെൻറ്റൻസ് ഫില്ല് ചെയ്യുക. ലാസ്റ്റ് സൺഡേ അലി സ്വാം ഇൻ ദ റിവർ. I dash. I had chocolate ice cream yesterday. It was delicious. Who won the match yesterday? Won. The teacher brought a barometer to the class on Wednesday. Nita's sister sang beautifully at the party last evening. കേട്ടോ, അപ്പോൾ ഇങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് അത് നോട്ടിലും ടെക്സ്റ്റിലും ഒക്കെ ചെയ്തു. അതൊക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നീറ്റായിട്ട് പഠിക്കുക. ഓക്കെ, ഗുഡ് മോർണിംഗ് എവരിവൺ. ഹൗ ആർ യു? എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ? ഭക്ഷണമൊക്കെ കഴിച്ച് പഠിക്കാനായിട്ട് റെഡി ആയിരിക്കുവാണല്ലേ. നമ്മൾ കഴിഞ്ഞ മാത്സ് ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? അഡിഷന്റെ നമ്മൾ ലാസ്റ്റ് കുറച്ച് എക്സസൈസ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ടീച്ചർ ആ ക്ലാസ്സിൽ പഠിപ്പിച്ചത് വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. നമ്മൾ ഇനി സെക്കൻഡ് ടേമിൽ അതിന്റെ ബാലൻസ് നമ്മൾ പഠിക്കും. ഇന്ന് മുതൽ ഈ വീക്ക് മുതൽ നമുക്ക് ചെയ്യാനുള്ളത് റിവിഷൻസ് ആണ്. അതായത് ഫസ്റ്റ് ചാപ്റ്റേഴ്സ് മുതൽ ടീച്ചർ റിവൈസ് ചെയ്ത് തരും. ഇന്ന് നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ആണ്. സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? നമ്പർ ബിയോണ്ട് 999 റോമൻ ന്യൂമറൽസും ആണ് ടീച്ചർ ഇന്ന് റിവൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ടെസ്റ്റ് പേപ്പർ നാളെ, അതായത് ട്യൂസ്ഡേ ആയിരിക്കും ടെസ്റ്റ് പേപ്പർ. അപ്പോൾ എല്ലാവരും പഠിച്ച് റെഡി ആയിട്ട് ഇരിക്കുക. ഓക്കെ, okay, all of you look at the blackboard. നോക്കൂ, numbers beyond 999 നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ്? റോമൻ ന്യൂമറൽസ് ആണ് അല്ലേ. റോമൻ ന്യൂമറൽസ് നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് എക്സ്പാൻഡഡ് ഫോം. നമ്മൾ എക്സ്പാൻഡ് ചെയ്യാനൊക്കെ പഠിച്ചായിരുന്നു അല്ലേ. നമ്പേഴ്സ് തന്നിരിക്കും, അതിനെ നമുക്ക് എക്സ്പാൻഡഡ് ഫോമിലോട്ട് മാറ്റണം. നോക്കൂ, ഫസ്റ്റ് 648 കണ്ടോ. ഇതിനെ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യാനുള്ളത്? 1 ടെൻസ് 100 പ്ലീസ് നോക്കിയേ. 600 പ്ലസ് 40 പ്ലസ് 8 കണ്ടോ. 600 പ്ലസ് 48 ആണ് അല്ലേ. 40 പ്ലസ് 8 കണ്ടോ. എക്സ്പാൻഡഡ് ഫോം 648 ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യാനുള്ളത്? 600 പ്ലസ് 40 പ്ലസ് 8 കണ്ടോ. നെക്സ്റ്റ് നോക്കൂ, ഇതിന്റെ ഷോർട്ട് ഫോം നോക്കൂ. ഷോർട്ട് ഫോമിലോട്ട് നോക്കൂ, ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും തന്നിരിക്കുന്നത്. നോക്കിയേ, 4000 പ്ലസ് 300 പ്ലസ് 10 പ്ലസ് 9 കണ്ടോ. ഷോർട്ട് ഫോമിലോട്ട് നമുക്ക് ഇതിനെ ചേഞ്ച് ചെയ്യണം.
ക്വസ്റ്റ്യൻ എന്താണ് 4000 പ്ലസ് 300 പ്ലസ് 10 പ്ലസ് 9. എങ്ങനെയാണ് ഷോർട്ട് ഫോമിൽ എഴുതുന്നത്? 4390 4390 കണ്ടോ? ഇങ്ങനെയാണ് ഷോർട്ട് ഫോമിൽ എഴുതുന്നത്. നെക്സ്റ്റ് നോക്കിയേ, write the number that come between the given numbers. നോക്കൂ, between numbers എഴുതാനാണ് കേട്ടോ. നോക്കൂ ക്വസ്റ്റ്യൻ നോക്കിയേ, രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. സെന്ററിൽ എന്താണ്? ബിറ്റ്വീൻ ഒരു ബ്ലാങ്ക് ബോക്സ് ഉണ്ട്. നമുക്ക് ബിറ്റ്വീൻ നമ്പർ ആണ് എഴുതാനുള്ളത്. നോക്കൂ ക്വസ്റ്റ്യൻ 698 ഇവിടെ 700. അപ്പൊ കൗണ്ട് ചെയ്ത് നോക്കിയേ, 698 അത് കഴിഞ്ഞ് 699. അപ്പൊ ഇവിടെ എന്താണ് വരാനുള്ളത്? 699. ഓക്കെ, നോക്കൂ റോമൻ ന്യൂമറൽ സിസ്റ്റം. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചതായിരുന്നു റോമൻ ന്യൂമറൽ സിസ്റ്റം അല്ലേ? നോക്കൂ റോമൻ നമ്പേഴ്സ് നമ്മൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. നോക്കിയേ ക്വസ്റ്റ്യൻ 24 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് റോമൻ ന്യൂമറലിൽ ചേഞ്ച് ചെയ്യുക. എങ്ങനെയാണ് ന്യൂമറൽ എഴുതുന്നത്? 24നെ ഇങ്ങനെ 2 നോക്കൂ, ഇങ്ങനെയാണ് റോമൻ ന്യൂമറൽസിൽ എഴുതുന്നത്. 5 നോക്കൂ, നെക്സ്റ്റ് 5 എങ്ങനെയാണ്? ഇതുപോലെയാണ് 5 എഴുതാനുള്ളത്. അപ്പോൾ എക്സാമിനൊക്കെ നിങ്ങൾക്ക് ടെസ്റ്റ് പേപ്പറിനൊക്കെ ഇങ്ങനത്തെ മോഡലായിരിക്കും കാണുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ബ്ലാങ്ക് ബോക്സിൽ ഫിൽ ചെയ്യുക. നെക്സ്റ്റ് നോക്കൂ, കംപ്ലീറ്റ് സീക്വൻസ്. നോക്കൂ, ഒരു സീക്വൻസ് ആണ് തന്നിട്ടുള്ളത്. ബ്ലാങ്ക് ബോക്സസ് ഉണ്ട് അല്ലേ? 3035. നെക്സ്റ്റ് നമ്പർ ഏതാണ്? പറഞ്ഞേ 3036 കേട്ടോ, 36. 3037. നെക്സ്റ്റ് 3038. നെക്സ്റ്റ് എന്താ വരുന്നത്? 3039 കണ്ടോ, ലാസ്റ്റില് തന്നിട്ടുണ്ട് അല്ലേ? 3040 കണ്ടോ. ഇതായിരിക്കും ക്വസ്റ്റ്യൻ. ഈ ഒരെണ്ണം ആയിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത് അല്ലേ? 3035 എന്ന് തന്നേക്കും. ഓർഡറിൽ സീക്വൻസ് കറക്റ്റ് ആയിട്ട് എഴുതുക. നമുക്ക് ഇവിടെ എന്താണ് ഇതിന്റെ 3036, 3037, 3038, 3039, 3040 കേട്ടോ. ഇങ്ങനെയാണ് ഈ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. മിസ്റ്റർ ഒന്നുകൂടി പറഞ്ഞു തരാം. എക്സ്പാൻഡഡ് ഫോം നിങ്ങൾക്ക് എല്ലാവരും അറിയാം. ക്വസ്റ്റ്യൻ ഇതാണ് 648. എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്? എങ്ങനെയാണ് എഴുതുന്നത്? 600 പ്ലസ് 40 പ്ലസ് 8 കണ്ടോ. നെക്സ്റ്റ് നോക്കൂ, ഷോർട്ട് ഫോം എക്സ്പാൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് ഷോർട്ട് ഫോമിലോട്ട് ആക്കണം. നോക്കൂ, 4000 പ്ലസ് 300 പ്ലസ് 10 പ്ലസ് 9. എങ്ങനെയാണ് ഷോർട്ട് ഫോമില്? 4319 4390. Next നോക്കൂ, write the number that comes between the given numbers. നോക്കൂ, ഇതുപോലെ രണ്ട് നമ്പേഴ്സ് തന്നിട്ട് ബിറ്റ്വീൻ നമ്പർ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? നോക്കൂ ക്വസ്റ്റ്യനില് 698 അല്ലേ? 698 ഒരു ബ്ലാങ്ക് ബോക്സ് ആണ്. നെക്സ്റ്റ് നമ്പർ ഏതാണ്? 700. കൗണ്ട് ചെയ്ത് നോക്കിയേ, 698. നെക്സ്റ്റ് നമ്പർ ഏതാണ്? 699. അപ്പോൾ ഇവിടെ 699 ആണ് എഴുതാനുള്ളത്. നോക്കൂ, റോമൻ ന്യൂമറൽ സിസ്റ്റം. നോക്കൂ, നമ്പേഴ്സ് തന്നിരിക്കും, അതിനെ റോമൻ ന്യൂമറൽ സിസ്റ്റത്തിലോട്ട് ചേഞ്ച് ചെയ്യണം. നോക്കൂ, കംപ്ലീറ്റ് സീക്വൻസ്. നോക്കൂ, ഇവിടെ നമ്പർ തന്നിരിക്കും, അതിന്റെ കറക്റ്റ് ഓർഡറിൽ സീക്വൻസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ബ്ലാങ്ക് ബോക്സ് ഫിൽ ചെയ്യുക. ഓക്കെ ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട് ബുക്സ്. എല്ലാവരും നോട്ട് ബുക്ക് എടുക്കൂ. നമുക്ക് ടീച്ചർ ഇപ്പോൾ റിവൈസ് ചെയ്തത് നമുക്ക് നോട്ടിൽ ചെയ്യാം. ഓക്കെ, നോക്കൂ, നമ്പേഴ്സ് ബിയോണ്ട് 999 റോമൻ ന്യൂമറൽസും ആണ് അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, റൈറ്റ് ഇൻ എക്സ്പാൻഡഡ് ഫോമിലോട്ട് എഴുതുക. ടീച്ചർ ഒരെണ്ണം ബോർഡിൽ പറഞ്ഞു തന്നായിരുന്നു. എങ്ങനെയാണ്? 648 എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്? 600 പ്ലസ് 40 പ്ലസ് 8 അല്ലേ? അപ്പോൾ ഇതുപോലെ നീറ്റായിട്ട് ഈ കോളം ഫിൽ ചെയ്യുക. നെക്സ്റ്റ് നോക്കൂ, റൈറ്റ് ഇൻ ഷോർട്ട് ഫോം. നോക്കൂ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ നോക്കൂ, 4000 പ്ലസ് 300 പ്ലസ് 10 പ്ലസ് 9 എങ്ങനെ എഴുതേണ്ടത് അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ രണ്ടെണ്ണം ഫിൽ ചെയ്യുക. നെക്സ്റ്റ് നോക്കൂ, റൈറ്റ് ദ നമ്പർ ദാറ്റ് കംസ് ബിറ്റ്വീൻ ദ ഗിവൺ നമ്പേഴ്സ്. നോക്കൂ, രണ്ട് നമ്പേഴ്സ് തന്നിട്ട് അതിൻ്റെ ബിറ്റ്വീൻ നമ്പർ ഇടയ്ക്കുള്ള നമ്പറാണ് നിങ്ങൾ ഫിൽ ചെയ്യാനുള്ളത്. ഓക്കെ,
ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദ ഫോളോയിങ് ഇൻ ദ റോമൻ ന്യൂമറൽ സിസ്റ്റം. റോമൻ ന്യൂമറൽ സിസ്റ്റം അനുസരിച്ച് ഈ നമ്പേഴ്സിനെ ചേഞ്ച് ചെയ്ത് എഴുതണം. കണ്ടോ? നെക്സ്റ്റ് നോക്കൂ. റൈറ്റ് ദ ഫോളോയിങ് ഇൻ ദ ഹിന്ദു അറബിക് ന്യൂമറൽ സിസ്റ്റം. കണ്ടോ? റോമൻ ന്യൂമറൽ നമ്പേഴ്സിൽ നിന്ന് ഹിന്ദു അറബിക് ന്യൂമറൽ നമ്പേഴ്സിലോട്ട് ചേഞ്ച് ചെയ്ത് എഴുതണം. ഈസി അല്ലേ? ദെൻ നോക്കൂ. കംപ്ലീറ്റ് ദ സീക്വൻസസ്. കണ്ടോ? നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ബ്ലാങ്കഡ് ബോക്സ് ആണ്, ബ്ലാങ്ക് ആണ്. ഈ ബോക്സ് ഒക്കെ ഫില്ല് ചെയ്ത് നീറ്റായിട്ട് ഈ റിവിഷൻ എഴുതി നോട്ട്സ് ടീച്ചറിന് സെൻഡ് ചെയ്യുക. ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഹൗ ആർ യു ഓൾ? ഫൈൻ. ഡിഡ് യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? അപ്പോൾ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? GK ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ്? കുറച്ച് മെഷീൻസുകളുടെ പേരുകൾ പഠിച്ചു. മെഷീൻസ് കണ്ടുപിടിച്ച ആൾക്കാരുടെ പേരുകളും പഠിച്ചു. എല്ലാവരും അത് വായിച്ചു പഠിച്ചല്ലോ. ഇന്ന് നമ്മൾ എന്താണ് പഠിക്കുന്നത്? ഇന്ന് നമ്മൾ പഠിക്കുന്ന ലെസൺ പസിൽ ടൈം എന്ന ലെസൺ ആണ്. പസിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ പസിൽ? അപ്പൊ നമുക്ക് ടെക്സ്റ്റിലേക്ക് പോയാലോ? ടെക്സ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ ഹാർഡ് വേർഡ്സ് നോക്കാം. ഓക്കെ ചിൽഡ്രൻ. നോവൽ, NOVEL, EARTH, hurt, HEART, wasp, WASP, pudding, PUDDLE, kitchen, KITCHEN. ഇനി ടെക്സ്റ്റിലേക്ക് പോയാലോ? ലെസൺ 6 പസിൽ ടൈം. Filling the grids by naming the pictures so that the purple column spells how you feel on your holiday. എന്താണ് ഇവിടെ കുറച്ച് ഗ്രിഡുണ്ട്. ഇതെന്താണ് ഇതിനെ പറയുന്നത്? ഗ്രിഡ് എന്നാണ് പറയുന്നത്. ഗ്രിഡുണ്ട്. അപ്പോൾ അതിലെന്തോ ആ ഗ്രിഡ് എങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യാനുള്ളത്? പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ പിക്ചേഴ്സിൻ്റെ പേരുകൾ ഇവിടെ എഴുതണം. ഇതെല്ലാം ഈ പിക്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങൾ തന്നെ ഇതിൻ്റെ പേരുകൾ ഇവിടെ എഴുതണം. എഴുതിയതിന് ശേഷം എന്താണ്? അതിൽ ഓരോ ഗ്രിഡിലും പർപ്പിൾ കോളം ഉണ്ട്. ആ പർപ്പിൾ കോളത്തിൽ വരുന്ന ആ ലെറ്റേഴ്സ് ചേർത്ത് വാക്കുണ്ടാക്കി അത് ഇവിടെ എഴുതണം. എന്താണ്? ഐ ആം വെരി ഡാഷ് ടുഡേ, ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് പ്ലേയിങ് ഇൻ ദ റെയിൻ, വി വിൽ സെയിൽ പേപ്പർ ബോട്ട്സ് ടു. അപ്പം ആ വേർഡ് ഇവിടെ എഴുതണം. അതെന്താണ്? ആ വേർഡ് കൊണ്ട് മീനിങ്, ആ വേർഡിൻ്റെ മീനിങ് എന്താണ്? ദ പർപ്പിൾ കോളം സ്പെൽസ് ഹൗ യു ഫീൽ ഓൺ യുവർ ഹോളിഡേ. നിങ്ങളുടെ ഫീലിംഗ്, ഹോളിഡേ ദിവസം, അവധി ദിവസം നിങ്ങളുടെ ഫീലിംഗ് എന്താണെന്നാണ് ആ വേർഡിൻ്റെ മീനിങ്. അതെന്താണ്? അത് നിങ്ങൾ തന്നെ ചെയ്യണം. ഈ വേർഡ്സുകളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. ചെറിയ ചെറിയ വേർഡ്സുകളാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെല്ലിംഗ് നിങ്ങൾ തന്നെ എഴുതി പുതിയ വേർഡ് കണ്ടുപിടിക്കണം. അത് ഹോംവർക്കാണ്. എന്താണ്? ടർട്ടിൽ, ആക്സ്, ബൈസൈക്കിൾ, ട്രെയിൻ, ക്യാറ്റ്, പെൻ, ലാഡർ. ഇതിൻ്റെയൊക്കെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത് ഹോംവർക്കാണ്. ഇനി അടുത്ത് വരുന്നത് എന്താണ്? സോൾവ് ദ ഗിവൺ പസിൽ. The last letter of each word is the first letter of the following word. The numbers inside the boxes tell you where the next word starts from. എന്താണ്? ഓരോ വേർഡിൻ്റെയും ലാസ്റ്റ് ലെറ്ററിൽ നിന്നാണ് അടുത്ത വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും ആദ്യത്തെ വേർഡിൻ്റെ ലാസ്റ്റ് ലെറ്റർ. പിന്നെ ഓരോ വേർഡും തുടങ്ങുന്നത് നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പർ 1, നമ്പർ 2, നമ്പർ 3. അപ്പോൾ ഓരോ വേർഡും നമുക്ക് എവിടെ വെച്ച് തുടങ്ങണമെന്ന് അത് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ നമുക്കിത് വായിച്ച് ഇവിടെ സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസറാണ് നമ്മൾ ഈ കോളങ്ങളിലൊക്കെ ഫില്ല് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ പസിൽ. അപ്പോൾ നമുക്കത് ഇത് ടെക്സ്റ്റിലേക്ക് പോവാം. നമുക്ക് നോക്കാം. എ യെല്ലോ ആൻഡ് ബ്ലാക്ക് സ്ട്രൈപ്ഡ് സ്റ്റിങ്ങിങ് ഇൻസെക്റ്റ്. യെല്ലോയും ബ്ലാക്കും കളറ് ഉള്ള സ്റ്റിങ്ങിങ് ഇൻസെക്റ്റ്. സ്റ്റിങ്ങിങ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കുത്തി നമ്മൾ ഉപദ്രവിക്കുക. അങ്ങനെയുള്ള ഒരു ഇൻസെക്റ്റ് ഏതാണെന്നാണ് അതിൻ്റെ ആൻസർ. ഇവിടെയാണ് എഴുതാനുള്ളത്. ഫസ്റ്റ് ലെറ്റർ W ആണ്. ലാസ്റ്റ് ലെറ്റർ ഏതാണ്? P ആണ്. ഇവിടെ എഴുതാനുള്ള എന്താണ്? വാസ്പ്, WASP. അത് നിങ്ങൾ എഴുതണം. ഓക്കെ, വാസ്പ്. അടുത്തെന്താ? എ സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടർ കളക്റ്റഡ് ഓൺ ദ ഗ്രൗണ്ട്. ഈ സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടർ കളക്റ്റഡ് ഓൺ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിലൊക്കെ ചെറിയ ചെറിയ കുഴികളിൽ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുമല്ലോ.
അതിന് പറയുന്ന പേരെന്താണ്? അത് ദാ ഇവിടെ എഴുതണം. ഫസ്റ്റ് ലെറ്റർ പി ആണ്, ലാസ്റ്റ് ലെറ്റർ ഇ ആണ്. പുഡിൽ. എന്താണ് ആ വേർഡ് എന്താണ്? പുഡിൽ. PUDDLE. പുഡിൽ. ദ പ്ലാനറ്റ് ഓൺ വിച്ച് വി ലീവ്. നമ്മൾ ഏത് പ്ലാനറ്റിലാണ് ജീവിക്കുന്നത്? നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? ഒന്ന് പറയൂ, നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? യെസ്, എർത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ്? എർത്ത്. EARTH. എർത്ത്. ആൻ ഓർഗൻ ദാറ്റ് പമ്പ്സ് ബ്ലഡ്. ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഓർഗൻ, നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം ഏതാണ്? ബ്ലഡ് പമ്പ് ചെയ്യുന്ന അവയവം ഏതാണ്? ബ്ലഡ് പമ്പ് ചെയ്യുന്ന അവയവം ദാറ്റ് ഈസ് ഹാർട്ട്. എച്ച്, ഫസ്റ്റ് ലെറ്റർ എച്ച്, ലാസ്റ്റ് ലെറ്റർ ടി. HEART. ഹാർട്ട്. നെക്സ്റ്റ്, എ ബിഗ് കണ്ടെയ്നർ ഫോർ സ്റ്റോറിങ് വാട്ടർ. എ ബിഗ് കണ്ടെയ്നർ ഫോർ സ്റ്റോർ. ഒരു കണ്ടെയ്നർ, വലിയൊരു കണ്ടെയ്നർ. അതിനകത്ത് എന്താണ്? നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്ത് വയ്ക്കും. നിങ്ങളെ വീട്ടിലൊക്കെ വെള്ളം എവിടെയാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്? കിണറുള്ളവർക്ക് കിണറിൽ നിന്ന് വെള്ളം എടുക്കാം. അല്ലാതെ പൈപ്പിൽ നിന്നൊക്കെ ഉള്ള വെള്ളം നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്? ടാങ്കാണ്. ടാങ്കിലല്ലേ നമ്മൾ വെള്ളം സേവ് ചെയ്ത് വയ്ക്കുന്നത്, സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. അതെന്താണ്? ലെഫ്റ്റിലേക്കാണ് എഴുതാനുള്ളത്. ലെഫ്റ്റിലേക്ക്. നമ്പർ 5 ആണ്. അവിടുന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ എഴുതണം. ഇതാ കണ്ടോ, ലെഫ്റ്റിലേക്ക് എഴുതണം. എന്താണ്? ടാങ്ക്. TANK. ടാങ്ക്. നമ്പർ 6, എ റൂം വെയർ ഫുഡ് ഈസ് കുക്ക്ഡ്. ഫുഡ് കുക്ക് ചെയ്യുന്നത് എവിടെയാണ്? ഫുഡ് കുക്ക് ചെയ്യുന്നത് എവിടെയാണ്? നമ്പർ 6 ആണ്. K ആണ് ഫസ്റ്റ് ലെറ്റർ, N ആണ് ലാസ്റ്റ് ലെറ്റർ. എന്താണ്? നമ്മൾ എവിടെയാണ് ഫുഡ് കുക്ക് ചെയ്യുന്നത്? യെസ്, കിച്ചൺ. KITCHEN. കിച്ചൺ. നെക്സ്റ്റ്, എ ബുക്ക് ടെല്ലിംഗ് എ ലോങ് സ്റ്റോറി. എ ബുക്ക് ടെല്ലിംഗ് എ ലോങ് സ്റ്റോറി. 7. നമ്പർ 7. ഫസ്റ്റ് ലെറ്റർ N, ലാസ്റ്റ് ലെറ്റർ L. ലോങ് സ്റ്റോറി പറയുന്ന ബുക്ക് ഏതാണെന്നാണ് ചോദിക്കുന്നത്. നോവൽ. നോവൽ. ലോങ്. ഒത്തിരി ലോങ് ആയിട്ടുള്ള സ്റ്റോറി ആയിരിക്കും. നമുക്ക് ഒരുപാട് വായിക്കാനുണ്ടാവും അതിൽ. അതിനെന്താണ് പറയുന്നത്? നോവൽ എന്നാണ് പറയുന്നത്. NOVEL. നോവൽ. നോവൽ എങ്ങനെ? ആ മുകളിലേക്കാണ് എഴുതാനുള്ളത്. നോവൽ എന്നുള്ളത് മുകളിലേക്ക് എഴുതണം. എന്നുണ്ട്. OVEL. നോവൽ. അടുത്തെന്താണ്? എ യങ് ഷീപ്പ്. യങ് ഷീപ്പ്. 8. നമ്പർ 8. ലാംപ്. L ആണ് ഫസ്റ്റ് ലെറ്റർ, B ലാസ്റ്റ് ലെറ്റർ. LAMB. ലാമ്പ് ഇവിടെ എഴുതണം. ഓക്കെ. നമ്പർ 9. എ നോട്ട് വിത്ത് 2 ലൂപ്സ് യൂസ്ഡ് ഓൺ ക്ലോത്ത്സ്. എന്താണ്? രണ്ട് തുണികൾ തമ്മിൽ കെട്ടുന്നതിനെ എന്താണ് പറയുന്നത്? രണ്ട് തുണികൾ തമ്മിൽ ചേർത്ത് കെട്ടുന്നത്. തുണികളല്ല, വേറെ നൂലുകൾ തമ്മിൽ കൂട്ടി ചേർത്താലും ഈ വാക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ്? ബോ. B ഉണ്ട് താഴേക്ക്. BOW. ബോ. തുണികൾ തമ്മിൽ കൂട്ടിക്കെട്ടുന്നതിന് അതിന് നമ്മൾ എന്താണ് പേര് പറയുന്നത്? ബോ. BOW. ബോ. നമ്മൾ ഷൂവിൻ്റെ ലേസ് കെട്ടൂലേ, അതിനെയും ബോ എന്നാണ് പറയുന്നത്. BOW. ബോ. അപ്പം നിങ്ങൾ എന്താണ് ഈ ആക്ടിവിറ്റി ചെയ്യണം. ഓക്കെ ചിൽഡ്രൻ, ബൈ. Okay children, good morning everyone. Good morning everyone. Okay, നമുക്ക് ഇന്ന് സയൻസിൽ പഠിക്കേണ്ടത് functions of the stem. എന്താണ്? Functions of the stem. Okay children, stem, functions of the stem ആണ് നമുക്ക് പഠിക്കേണ്ടത്. Stem എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത് ഒരു പ്ലാന്റിനെ? It holds, stem holds straight and upright. എന്താണ്? സ്ട്രെയിറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തുന്നതാണ് ഒരു പ്ലാന്റിനെ സ്ട്രെയിറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തുന്നതാണ് സ്റ്റെം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഈ പോർഷൻസിൽ പഠിക്കേണ്ടതാണ് ലീഫ്. ലീഫ് എന്താണ്?
Leaf is the most important part of the plant and prepare food for the whole plant in the world. Okay, ലീഫ് എന്താണ് പറയുന്നത്? ലീഫ് ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നു. അതുകൊണ്ട് എന്ത് പറയുന്നു? The food factories of the plant ആണ്, plant part ആണ് leaf. Okay, then teacher leaf എടുത്ത് കാണിക്കാൻ പോവാ കേട്ടോ. ഇത് നോക്കേ, please listen. Leaf ഉണ്ടല്ലോ, ഇത് നോക്കേ, leafല് some number of tiny lines ഉണ്ട് കേട്ടോ. ഇത് നോക്കിയേ, കാണാൻ കഴിയുന്നുണ്ടോ? ലീഫില് number of small and tiny vines. They are called vines. And middle നോക്കിയേ, middle ഒരു ലൈൻ കാണുന്നുണ്ട് കേട്ടോ, സിരകൾ. എന്താണ്? സ്മോൾ ടൈനി വൈൻസ് ഉണ്ട്, then മെയിൻ വൈൻസ് ഉണ്ട്. അതിനെ പറയുന്നതാണ് മെയിൻ വൈൻസ്. എന്താണ്? മെയിൻ വൈൻസ്. പിന്നെ ഈ ബ്രോഡായിട്ട് ഫ്ലാറ്റ് ആയിട്ട് കാണുന്ന ലീഫിലെ ഈ ബ്രോഡായിട്ട് ഫ്ലാറ്റ് ആയിട്ട് കാണുന്നതാണ് എന്താണ്? ലാമിന. എന്താണ്? ലാമിന. ലീഫ് ബ്ലൈഡ് അല്ലെങ്കിൽ എന്താണ്? ഫ്ലാറ്റ് ആയിട്ട് കാണുന്ന, ഈ ഫ്ലാറ്റ് ആയിട്ട് കാണുന്ന ലീഫിനെ ഫ്ലാറ്റ് ആയിട്ട് കാണുന്ന ബ്രോഡായിട്ട് കാണുന്നതിനെയാണ് ലാമിന അല്ലെങ്കിൽ ലീഫ് ബ്ലൈഡ് എന്ന് പറയുന്നത് കേട്ടോ. ലീഫ് ബ്ലൈഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതെല്ലാം പഠിക്കണം കേട്ടോ. ഫുഡ് ഫാക്ടറീസ് പഠിക്കണം. പിന്നെന്താണ്? ലാമിന, ബ്ലൈഡ്, പിന്നെ സ്റ്റൊമാറ്റ പഠിച്ചല്ലേ നമ്മൾ. എന്താണ് സ്റ്റൊമാറ്റ പ്ലാന്റ്? എന്താണ്? ലീഫിൽ കാണുന്ന ഓപ്പണിങ്സ് അല്ലേ? യെസ്, സ്മാൾ ഓപ്പണിങ്സ് ആണ് സ്റ്റൊമാറ്റ നമ്മൾ പഠിച്ചു. നമുക്ക് പോർഷൻസ് ദെൻ ബ്രോഡായിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ നോക്കിയേ ടീച്ചർ, നോക്കിയേ പ്ലാന്റ് കണ്ടോ? നോക്കിയേ, look this picture. A plant here, root, stem, then bud, branches, flower, leaf. Now leaf എന്താണ്? leaf. ഈ സ്റ്റെം എന്താണ് ചെയ്യുന്നതെന്ന് പറയുന്നത്? എന്താണ്? സ്ട്രെയിറ്റ് ആയിട്ട് പ്ലാന്റിനെ സ്ട്രെയിറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തുന്നു. പിന്നെയോ വാട്ടർ എല്ലാ ബ്രാഞ്ചസിലും ലീവ്സിലും ഒക്കെ എന്താ എത്തിക്കുന്നതാണ്? സ്റ്റെം അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് വായിക്കാം, നോട്ട്ബുക്കിൽ എഴുതാം കേട്ടോ. അപ്പോൾ ഹാർഡ് വേർഡ്സ് ഉണ്ട്. ഓക്കെ ചിൽഡ്രൻ, നമുക്ക് സം ഹാർഡ് വേർഡ്സ് ഉണ്ട് ഈ പോർഷനിൽ പഠിക്കേണ്ട. സം ഹാർഡ് വേർഡ്സ്. ഫുഡ് ഫാക്ടറീസ്. എന്താണ്? ഫുഡ് ഫാക്ടറീസ്. Then leaf blade, lamina, main vein. എന്താണ്? main vein. ഒന്നുകൂടെ, food factories, leaf blade, lamina, main vein. Okay children, all are take your text and read functions of the stem. സ്റ്റെമ്മിൻ്റെ, തണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ. ഇത് നോക്കിയ ടീച്ചർ ഒരു പ്ലാന്റ് കാണിക്കുകയാണ്. കണ്ടല്ലോ, പ്ലാന്റ്. ഫ്ലവേഴ്സ് ഉണ്ട്, ഇതിനെന്താണ്? ലീവ്സ് ഉണ്ട്, സ്റ്റെം, വേരുണ്ട്, കണ്ടോ? റൂട്ട് കണ്ടോ? റൂട്ട് കണ്ടോ? യെസ്, റൂട്ട്. പ്ലാന്റ്, ഫ്ലവേഴ്സ്, ലീവ്സ്, തണ്ട്, സ്റ്റെം കണ്ടല്ലോ. ഇതേ കണ്ടല്ലോ സ്റ്റെം. യെസ്, സ്റ്റെം. ഗ്രീൻ ലീവ്സ്, ബ്രാഞ്ചസ് അല്ലേ? ലീവ്സ്. തണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ. ഫങ്ഷൻസ് ഓഫ് ദി സ്റ്റെം. ഫസ്റ്റ് വൺ, ഇറ്റ് ഹോൾഡ്സ് ദ പ്ലാന്റ് അപ്രൈറ്റ് ആൻഡ് സ്ട്രെയിറ്റ്. ഇത് ചെടിയെ മുകളിലോട്ടായും നേരായും നിലനിർത്തുന്നു. സെക്കൻഡ് വൺ, ഇറ്റ് ബിയേഴ്സ് അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ്, ബ്രാഞ്ചസ്, ലീവ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്. എന്താ പറയുന്നത്? രണ്ടാമത്തേത്, ഇത് ചെടിയുടെ മറ്റു ഭാഗങ്ങൾ, ഇലകൾ, പൂക്കൾ, പഴങ്ങൾ എന്നിവ വഹിക്കുന്നു. തേർഡ് വൺ, ഇറ്റ് ക്യാരീസ് വാട്ടർ ഫ്രം ദ റൂട്ട്സ് ആൻഡ് ഫുഡ് ഫ്രം ദ ലീവ്സ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. എന്താ പറയുന്നത്? ഇത് വേരുകളിൽ നിന്ന് വെള്ളവും ഇലകളിൽ നിന്ന് ഭക്ഷണവും ചെടിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക്
കൊണ്ടുപോകുന്നു. ദെൻ ഫോർത്ത് വൺ, സം പ്ലാന്റ്സ് സ്റ്റോർ ഫുഡ് ഇൻ ദ സ്റ്റെം. ഷുഗർ കെയിൻ ഈസ് ആൻ എക്സാമ്പിൾ. ചില ചെടികൾ തണ്ടിൽ ഭക്ഷണം സൂക്ഷിക്കുന്നു. എക്സാമ്പിൾ ഏതാണ് പറയുന്നത്? ഷുഗർ കെയിൻ ഈസ് ആൻ എക്സാമ്പിൾ. Knowledge bank. Please listen, children. In plants like ginger and potato, the stem grows under the ground and is called underground stem. എന്താ പറയുന്നത്? ഇഞ്ചി, ഉരുളക്കിഴങ്ങ് തുടങ്ങിയ ചെടികളിൽ തണ്ട് ഭൂമിക്കടിയിൽ വളരുന്നു. അതിനെ ഭൂഗർഭ തണ്ട് എന്ന് വിളിക്കുന്നു, അല്ലേ? യെസ്. ഇറ്റ് സ്റ്റോർസ് ഫുഡ്. എന്ത് ചെയ്യുന്നത്? ഭക്ഷണം സംഭരിക്കുന്നു. വി ഈറ്റ് ദ സ്റ്റെം ഓഫ് സം ഓഫ് ദീസ് പ്ലാന്റ്സ്. എന്താണ് പറയുന്നത്? ഈ ചെടികളിൽ ചിലത് നമ്മൾ കഴിക്കുന്നുമുണ്ട്, അല്ലേ? യെസ്. വൺസ് മോർ ടു റീഡിങ്. ഇൻ പ്ലാന്റ്സ് ലൈക്ക് ജിഞ്ചർ ആൻഡ് പൊട്ടാറ്റോ, ദ സ്റ്റെം ഗ്രോസ് അണ്ടർ ദ ഗ്രൗണ്ട് ആൻഡ് ഈസ് കോൾഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം. ഇറ്റ് സ്റ്റോർസ് ഫുഡ്. വി ഈറ്റ് ദ സ്റ്റെം ഓഫ് സം ഓഫ് ദീസ് പ്ലാന്റ്സ്. Leaf. Leaf is the most important part of a green plant as it prepares food for the whole plant. എന്താ പറയുന്നത്? ഒരു ചെടിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇലകൾ, അല്ലേ? യെസ്. കാരണം ഇത് മുഴുവൻ ചെടിക്കും ഫുഡ് തയ്യാറാക്കുന്നു. Therefore, we also call leaves the food factories of green plants. അതിനാൽ പച്ച സസ്യങ്ങളുടെ ഭക്ഷ്യ ഫാക്ടറികൾ എന്ന് വിളിക്കുന്നു. എ ലീഫ് ഹാസ് മെനി പാർട്സ്. ലീഫിന് പലതരം പാർട്സ് ഉണ്ട്. ലെറ്റ്സ് നോ അബൌട്ട് ദം. നമുക്ക് അവയെക്കുറിച്ച് അറിയാം. ലീഫിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം. ലീഫിന്റെ ഫങ്ഷൻസ് ഒക്കെ താഴെ പറയുന്നുണ്ട്, അത് വായിക്കാം. ഫസ്റ്റ് വൺ, the flat and the broad part of a leaf is called leaf blade or lamina. നോക്കിയേ, ടീച്ചർ ദേ ഒരു ലീഫ് കാണിക്കുന്നു. ഹിബിസ്കസിന്റെ ലീഫാണ്, ചെമ്പരത്തി ചെടിയുടെ ഇലയാണിത്. കണ്ടോ, ഈ ബ്രോഡ് ആയിട്ടുള്ള ഇത്രയും ഭാഗം കണ്ടോ, വിശാലമായ പരന്നതായിട്ടുള്ള ഫ്ലാറ്റ് പാർട്ടാണിത്. അതിന് പറയുന്നതാണ് ലീഫ് ബ്ലേഡ് ഓർ ലാമിന. ലീഫ് ബ്ലേഡ് ഓർ ലാമിന. Second one, a number of tiny channels in the form of lines run all over a leaf. They are called veins. എന്താണ് പറയുന്നത്? number of tiny channels. അത് നോക്കിയേ, ചെറിയ ലൈൻസ് ആണ്. കണ്ടല്ലോ, ചെറിയ ലൈൻസ് ഉണ്ട് ഈ ലീഫിന്. ചെറിയ നിങ്ങൾ ഒരു ലീഫ് എടുത്തിട്ട് ഒബ്സർവ് ചെയ്യണം കേട്ടോ. ടൈനി ലൈൻസ് ഉണ്ട്, സിരകൾ. എന്താണ് അതിനെ പറയുന്നത്? സിരകൾ. നിരവധി ചെറിയ ചാനലുകൾ ഒരു ഇലയിലുടനീളം പ്രവർത്തിക്കുന്നു. അവയെ സിരകൾ എന്ന് വിളിക്കുന്നു. എന്ത് പറയുന്നു? വെയിൻസ് എന്ന് വിളിക്കുന്നു. ദ ലൈൻ റണ്ണിങ് ഇൻ ദ മിഡിൽ ഓഫ് ദ ലീഫ് ഈസ് കോൾഡ് ദ മെയിൻ വെയിൻ. എന്താണ്? ഈ ലീഫിന്റെ ഈ മിഡിലായിട്ടുള്ള ഈ ലൈൻസിനെ പറയുന്നതാണ് പ്രധാനപ്പെട്ട സിര എന്ന് പറയുന്നത്. മെയിൻ വെയിൻ. എന്താണ്? മെയിൻ വെയിൻ എന്ന് പറയുന്നു. വെയിൻസ് ക്യാരി വാട്ടർ ടു ദ ലീവ്സ്. ഈ മെയിൻ വെയിൻ എന്താണ് ചെയ്യുന്നത്? വെയിൻസ് എന്ത് ചെയ്യുന്നു? ലീവിന് വെള്ളം കൊടുക്കുന്നു, അല്ലേ? യെസ്, വെള്ളം കൊടുക്കുന്നു. ഇലയുടെ നടുവിൽ കാണുന്ന രേഖയെ പ്രധാനപ്പെട്ട സിര എന്ന് പറയുന്നു. പ്രധാന സിര എന്ന് പറഞ്ഞാൽ സിരകൾ ഇലകളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നു. A number of small openings called stomata are present on the surface of a leaf. They help in the exchange of gases. എന്താ പറയുന്നത്? നമ്പർ ഓഫ് സ്മാൾ ഓപ്പണിങ്സ്. നമ്മൾ പഠിച്ചു നേരത്തെ പ്രീവിയസ് ലെസണിൽ നമ്മൾ സ്റ്റൊമാറ്റയെ കുറിച്ച് പഠിച്ചു, അല്ലേ? ബ്രീത്തിങ് പാർട്ടാണ് സ്റ്റൊമാറ്റ എന്ന് വിളിക്കുന്നത്. ലീഫിനെ ബ്രീത്ത് ചെയ്യാൻ സഹായിക്കുന്നത് സ്റ്റൊമാറ്റ എന്ന് പറയുന്ന സ്മാൾ ഓപ്പണിങ്സിനെയാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചു, അല്ലേ? യെസ്. ഒരു ഇലയുടെ ഉപരിതലത്തിൽ സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്ന നിരവധി ചെറിയ ഓപ്പണിങ്സ് ഉണ്ട്. അവ വാതകങ്ങളുടെ നിരവധി ചെറിയ ഓപ്പണിങ്സ് ഉണ്ട്. അവ വാതകങ്ങളുടെ കൈമാറ്റത്തിന് സഹായിക്കുന്നു. ദേ ഹെൽപ്പ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. എന്ത് ചെയ്യുന്നത് സ്റ്റൊമാറ്റ? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, വാതകങ്ങളുടെ കൈമാറ്റത്തിന് സഹായിക്കുന്നു. ലീവ്സ് ഡിഫർ ഗ്രേറ്റ്ലി ഇൻ ദിയർ ഷേപ്സ് ആൻഡ് സൈസസ്. ഇലകൾ അവയുടെ ആകൃതിയിലും വലിപ്പത്തിലും വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, സം പ്ലാന്റ്സ് ലൈക്ക് പീപ്പിൾ ഹാവ് ലാർജ് ലീവ്സ്. നമ്മൾ പഠിച്ചു പീപ്പിൾ ട്രീ, അല്ലേ? പീപ്പിൾ ട്രീ, അശോക ട്രീ ഒക്കെ പഠിച്ചു.
അപ്പോൾ പറയുന്നത് പീപ്പിൾ ട്രീ അരിശുമരത്തിന്റെ ഇലകളെന്ന് പറയുന്നത് ലാർജ് ആണ്, വലുതാണ്. വൈൽ പ്ലാന്റ്സ് ലൈക്ക് ഗുൽമോഹർ ട്രീ ആണ്, ഗുൽമോഹർ പ്ലാന്റിന്റെ ലീവ്സോ സ്മോൾ ആണ്, ചെറുതാണ് കേട്ടോ. സം പ്ലാന്റ്സ് ലൈക്ക് അശോക ട്രീ പഠിച്ചു. അശോക ട്രീയുടെ ലീവോ ലോങ് ആണ്, ലീഫ് എന്താണ് ലോങ് ആണ്, നീളമുള്ള ലീഫാണ്. ദെൻ പ്ലാന്റ്സ് ലൈക്ക് നസ്റ്റൂർട്ടിയം ഹാവ് റൗണ്ട് ലീവ്സ്. എന്താണ് നസ്റ്റൂർട്ടിയം എന്ന് പറയുന്ന പ്ലാന്റിന്റെ ലീഫും എന്താണ് വൃത്താകൃതിയിലുള്ള ലീഫാണ് നസ്റ്റൂർട്ടിയം എന്ന് പറയുന്ന പ്ലാന്റിന്റെ. ഇവിടെ നോക്കിയേ സ്ട്രക്ചർ ഓഫ് എ ലീഫ് കാണുന്നത് നോക്കിയേ, കണ്ടോ സ്ട്രക്ചർ ഓഫ് ലീഫിന്റെ ഘടന, ലീഫ്, ബ്ലൈഡ്, മെയിൻ വെയിൻസ്, സ്ട്രക്ചർ ഓഫ് എ ലീഫ്. Functions of the leaf. First one, it prepares food for the plant in the presence of air, water and sunlight. ഒന്ന് എന്താണ് പറയുന്നത്, വായുവിന്റെയും വെള്ളത്തിന്റെയും സൂര്യപ്രകാശത്തിന്റെയും സാന്നിധ്യത്തിൽ ഇത് ചെടിക്ക് ഫുഡ് തയ്യാറാക്കുന്നു. The second one, it gives out a gas called oxygen which is used by human beings and animals for breathing. സെക്കൻഡ് വൺ എന്താ പറയുന്നത് നോക്കാം. ഇത് മനുഷ്യനും മൃഗങ്ങളും ശ്വസിക്കുവാൻ ഉപയോഗിക്കുന്ന ഓക്സിജൻ എന്ന വാതകം പുറപ്പെടുവിക്കുന്നു. The third one, some plants store food in their leaves. Cabbage, lettuce and spinach are examples of such plants. എന്താ പറയുന്നത്, ചില ചെടികൾ ഇലകളിൽ ഫുഡ് സൂക്ഷിക്കുന്നു കേട്ടോ. അതേതാ എക്സാമ്പിൾ പറയുന്നത്, കാബേജ്, ചീര, സ്പിനച്ച് കേട്ടോ. അതൊക്കെ ചീര എന്ന് പറയുന്ന പ്ലാന്റ്സ് ഒക്കെയാണ് അതിന് ഉദാഹരണങ്ങൾ. Then knowledge bank. In picture plant, leaves are modified to form in picture. എന്താണ് പിക്ചർ പ്ലാന്റ് എന്താണ് ചെയ്യുന്നത്, പിക്ചർ പ്ലാന്റിൽ ഇലകൾ പരിഷ്കരിച്ച് എന്താണ് ഒരു പിക്ചർ ഉണ്ടാക്കുന്നു. പിക്ചർ ഉണ്ടാക്കുന്നു. ദെൻ അവർ പ്രാണികളെ ട്രാപ്പ് ചെയ്ത് പിടിക്കുന്നു. എന്താണ് പ്രാണികളെ ട്രാപ്പ് ചെയ്ത് പിടിക്കുന്നു എന്നാണ് പറയുന്നത്.